വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ വർക്കല ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് ബീച്ചിലേക്ക് പോകുന്നത്. കാരണം ഈ ഒരു ടൈമിൽ ഞങ്ങൾ പോകാറില്ല, പോയിട്ടുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഈ വൈകുന്നേര സമയങ്ങളിൽ ഒരു സ്ഥലത്തും പോകാറില്ല. ക്ഷേത്രങ്ങളിൽ പോകുന്നത് തന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം പിടച്ചടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു 5 മണിക്ക് ശേഷം ഞങ്ങളെങ്ങും പോകാറില്ല. ചേട്ടൻ അമ്പലത്തിലും പോകും, ഞാനും മോളും വീട്ടിലും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇറങ്ങാൻ കഴിഞ്ഞത് ചേട്ടന് വൈകുന്നേരം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ലീവായിരുന്നു. അങ്ങനെ അമ്പലത്തിലേക്ക് പകരത്തിന് വേറെ ആളിനെയൊക്കെ ആക്കി സെറ്റാക്കിയ സമയത്താണ് ചേട്ടൻ്റെ ക്ലാസ് പെട്ടെന്ന് അങ്ങ് മാറ്റി വെച്ചത്. അപ്പോൾ അമ്പലത്തിലേക്ക് പകരത്തിന് ആളെത്തുകയും ചെയ്തു. ചേട്ടനാണെങ്കിൽ ക്ലാസ്സിന് പോകാനും പറ്റിയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനിന്ന് ഫ്രീ അല്ലേ, അപ്പോൾ നമുക്കിന്ന് പുറത്ത് പോകാം എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ വർക്കല ബീച്ചിൽ പോകാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇടവ ബീച്ചിൽ പോകാനായിരുന്നു പ്ലാൻ. പിന്നെ പോയിട്ട് വരുമ്പോൾ ഒരു നേരം ആകുമെന്ന് വിചാരിച്ചിട്ടാണ് നേരെ വർക്കല ബീച്ചിലേക്ക് പോയത്. എന്തായാലും രണ്ടും കണക്ക് തന്നെയാണ്. കാരണം ബീച്ച് വന്നിട്ട് പിന്നെ താമസിച്ചാണ് വീട്ടിലോട്ട് പോകുന്നത്. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ ബീച്ചിൽ മോളെയും കൊണ്ടൊന്ന് പോയിട്ട് ഒരുപാട് നേരം അവളെ കളിപ്പിക്കണമെന്നുണ്ടായിരുന്നു. സാധാരണയായി മോളെയും കൊണ്ട് ബീച്ചിൽ പോകുമ്പോൾ രാവിലത്തെ സമയം കഴിഞ്ഞിട്ടായിരിക്കും ബീച്ചിൽ പോകുന്നത്. ആ ഒരു സമയത്ത് നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് മോളെ ജസ്റ്റ് ഒന്ന് കാലൊന്ന് നനച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകും. ഇന്നെന്തായാലും മോൾക്ക് ഒരുപാട് നേരം നിന്ന് കളിക്കാം, അത്രയ്ക്ക് സമയമുണ്ട്. ഇപ്പം തന്നെ പുള്ളിക്കാരിക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ തന്നെ റെഡിയായിട്ടിരിക്കുവാണ്. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ ബീച്ചിലേക്കൊന്നും ഇറങ്ങിയില്ല, അവിടെ വന്നങ്ങിരുന്നു. എന്നിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. ആ കാറ്റും കൊണ്ട് ഓരോന്ന് സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരിക്കുന്ന നല്ല രസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മോളെടുത്ത് ഞങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിരിക്കുവാണ്. ധനൂസാണെങ്കിൽ കുറേ നേരം മണലിൽ തന്നെ ഇരുന്നിരുന്ന് കളിച്ച് അവസരം അവൾക്ക് ബോറടിച്ചപ്പോൾ അവൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. എന്തൊക്കെയോ അന്തം വിട്ട് നോക്കുവാണ്. അതെന്താണെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് അങ്ങ് മറന്നുപോയാന്ന്. ഈ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ നാളായി. പിന്നെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനുള്ള സമയമേ കിട്ടിയില്ല. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. ഒന്ന് ക്യാമറ നോക്കും മോളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ തളർന്നു. കാരണം അവളുടെ പണി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവൾ എന്തായാലും ക്യാമറ നോക്കാനൊന്നും അവൾക്ക് സമയമില്ല. അവളിങ്ങനെ മണലിൽ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു 1.5 മണിക്കൂറോളം മണലിലിരുന്ന് കളിച്ച് തളർന്ന് പിന്നെ പയ്യെ ഞാനും മോളും കൂടെ ഇങ്ങനെ കടലിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ആ ഒരു ടൈമിൽ ചേട്ടൻ ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയിരുന്നു. ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഐസ്ക്രീം കുടിച്ചിട്ട് പിന്നെ ബീച്ചിൽ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ മോളാണെങ്കിൽ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. കൊച്ചിന് തന്നെ ലാസ്റ്റ് മനസ്സിലായി ഞാൻ അവളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുവാണെന്ന്. അതുകൊണ്ട് അവളുടെ അഭിപ്രായത്തിൽ നിന്ന് ഒരു വിധത്തിൽ മാറുന്നില്ല. ഞാനാണെങ്കിൽ അവളെടുത്ത് പല കഥകളും പറഞ്ഞ് നിർത്തിയിരിക്കുവാണ്. അങ്ങനെ ചേട്ടൻ ഐസ്ക്രീമുമായിട്ട് വന്നു. ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ പുള്ളിക്കാരിക്ക് അത് മതി. മോളെയും ഐസ്ക്രീമിൻ്റെ കാര്യത്തിലും ഞങ്ങൾ പറ്റിച്ചു. അവൾക്ക് ഐസ്ക്രീം കൊടുക്കത്തില്ല, അതിൻ്റെ കോൺ മാത്രം. ഞങ്ങൾ ഐസ്ക്രീം മേടിക്കുമ്പോൾ അവൾക്ക് അതിൻ്റെ കോൺ മാത്രം കൊടുത്തിട്ട് അവൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കും. കടലിൽ ഇറങ്ങിയ സമയത്തിന് ഞാൻ വലിയ ഡയലോഗ് അടിക്കുകയാണ്. വലിയ തിരയൊന്നുമില്ലല്ലേ, എനിക്കത്ര വലിയ തിരയായിട്ടൊന്നും തോന്നുന്നില്ലെന്നൊക്കെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് ഒന്ന് കയറി നിൽക്കും. പിന്നെ ആയപ്പോൾ തിരയുടെ ഒരു ബഹളം തന്നെയാണ്. അതുകൊണ്ട് പേടിച്ച് കരയിലോട്ട് പോയി നിൽക്കേണ്ടി വന്നു. പാവം മോളെ പറ്റിച്ച് അവസാനം കടലിൽ ഇറക്കിയിട്ടുണ്ട്. അവൾക്ക് ഒത്തിരി സന്തോഷം. അവളുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അത്രയ്ക്ക് സന്തോഷമാണ് അവൾക്ക് കടലിൽ ഇറങ്ങുന്നത്.
അങ്ങനെ ബീച്ചിലൊക്കെ അടിച്ച് പൊളിച്ച് സമയം 8 മണി കഴിഞ്ഞു. സമയം പോയതേ അറിഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ ഹാപ്പി. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കപ്പലണ്ടി മേടിച്ചായിരുന്നു. ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നൊരു കടയാണ്. വർക്കല ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്നാണ് കപ്പലണ്ടി മേടിക്കുന്നത്. എന്നിട്ടിങ്ങനെ വീട് എത്തുന്നവരെ കഴിച്ച് ഓരോ കാര്യങ്ങളും സംസാരിച്ചും പറഞ്ഞ് ഇങ്ങനെ പോവും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.